ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഭാരതം, ആർഷഭാരതം, അഖണ്ഡഭാരതം. ഭാരതം എന്ന് പറയുന്ന ആ മൂന്നക്ഷരത്തിൽ ഭ എന്ന് പറയുന്നത് പ്രകാശം, രാ എന്നാൽ രമിപ്പിക്കുക, ത എന്നാൽ തമസ്, ഇരുട്ട്. അപ്പോൾ ഇരുട്ടിനെ പ്രകാശം കൊണ്ട് തെളിക്കുമ്പോൾ അവിടെ സന്തോഷം ഉണ്ടാകുന്നു, രമിപ്പിക്കുന്നു, സന്തോഷം ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഭാരതത്തെ എല്ലാവരും ആർഷഭാരതം എന്നാണ് പറയുന്നത്. എന്താണ് ആർഷഭാരതം? ആർഷഭാരതം എന്ന് പറഞ്ഞാൽ ഋഷിവര്യന്മാരാൽ രചിക്കപ്പെട്ട അനവധി ഗ്രന്ഥങ്ങളുള്ള അറിവുള്ള നാടെന്നാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് ഗ്രന്ഥങ്ങൾ? 4 വേദങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, 18 പുരാണങ്ങൾ, 108 ഉപനിഷത്തുക്കൾ, 1008 പരം മഹത് ഗ്രന്ഥങ്ങളുമുള്ള ഇവിടെ, അതുപോലെ 2 ഇതിഹാസ പുരാണങ്ങളുണ്ട്, രാമായണവും മഹാഭാരതവും. ഈ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പേരിൽ ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് ഭാരതത്തിൽ മാത്രമാണ് മഹാഭാരതം എന്ന് പറയുന്നത് ഗ്രന്ഥം. അതുപോലെ തന്നെ അഖണ്ഡഭാരതം, ഇത് ഈ ലോകത്ത് മൊത്തം ഉള്ള സൃഷ്ടിയുടെ രഹസ്യമാണ്. അതുകൊണ്ടാണ് അഖണ്ഡഭാരതം. ഈ ലോകത്തെ ഒന്നായിട്ടാണ് ഭാരതം കാണുന്നത്. കാരണം ഭാരതം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഗുരുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അഖണ്ഡഭാരതം എന്ന് പറയുന്നത്. ലോകത്തെ രണ്ടായിട്ട് കാണുന്നില്ല, ഈ ലോകത്തെ ഒന്നായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ നാഥനാണ് നമ്മളൊക്കെ ദൈവം എന്ന് മലയാളികൾ മാത്രം വിളിക്കുന്ന ദൈവം. മലയാളികൾ മാത്രമാണ് ദൈവമേ എന്ന് വിളിക്കുന്നത്. തമിഴ്നാട്ടിൽ കടവുളെന്നാണ് പറയുന്നത്, ഇന്ത്യയിൽ ഈശ്വർ എന്നാണ് പറയുന്നത്, അറബിയിൽ അള്ളാഹു എന്ന് പറയുന്നു, തോറയിൽ യഹോവ എന്ന് പറയുന്നു, ബൈബിളിൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്നു. പക്ഷേ ഇതെല്ലാം ഈ ഭാഷയുടെ വ്യത്യാസം കൊണ്ടാണ്. നമുക്ക് തിരിച്ച് നമ്മുടെ ഭാരതത്തിലോട്ട് തന്നെ വരാം, ഭാരതകൃതിയിലോട്ട് തന്നെ വരാം. അപ്പോൾ ദൈവം പറയാണ് ഓം. ഓം എന്ന് പറഞ്ഞാൽ ആത്മാവ്. അപ്പോൾ ദൈവം സന്താനങ്ങളെ വിളിക്കുന്നതാണ് ഓം എന്ന്. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമ. ഇപ്പോൾ ദൈവം പറയുന്ന, ദൈവം ഈ ആത്മീയ ആത്മാക്കളോട് പറയുന്നതാണ്, നിങ്ങൾ ആദ്യമേ ബ്രഹ്മാവിനെ ഗുരുവായിട്ട് സ്വീകരിക്കണം, രണ്ടാമത് വിഷ്ണുവിനെ ഗുരുവായിട്ട് സ്വീകരിക്കണം, മൂന്നാമത് മഹേശ്വരനെയും ഗുരുവായിട്ട് സ്വീകരിക്കണം. പക്ഷേ ഇവരാരും ഗുരുക്കന്മാരല്ല, നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക, ഗുരുക്കന്മാരല്ല. ഗുരുവാരാണ്? സാക്ഷാത് പരബ്രഹ്മമാണ്. തസ്മൈ, അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഗുരുവിനെ വണങ്ങുന്നു. അതാണ് ആ മന്ത്രത്തിൻ്റെ രഹസ്യം, മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, ആത്മാക്കളെ, അല്ലയോ ആത്മാക്കളെ, ഇത് കർമ്മഭൂമിയാണ്, കർമ്മക്ഷേത്രമാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു കർമ്മക്ഷേത്രമാണ്. അപ്പോൾ ഈ കർമ്മക്ഷേത്രമായ ഭൂമിയിൽ നിങ്ങൾ കർമ്മം ചെയ്യുക. എങ്ങനെ കർമ്മം ചെയ്യണം? ധർമ്മം പാലിച്ച് കർമ്മം ചെയ്യുക. അപ്പോൾ എന്ത് ധർമ്മമാണ് പാലിക്കേണ്ടത്? അതാണ് സനാതന ധർമ്മം. അതെന്താ ധർമ്മം എന്നുള്ളതാണ്. അതിനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ആദ്യമേ നിങ്ങൾ ബ്രഹ്മാവിനെ ഗുരുവായിട്ട് സ്വീകരിക്കുക, രണ്ടാമത് വിഷ്ണുവിനെ ഗുരുവായിട്ട് സ്വീകരിക്കുക, മൂന്നാമത് മഹേശ്വരനെ ഗുരുവായിട്ട് സങ്കല്പിക്കുക. പക്ഷേ ഇവരാരും ഗുരുക്കന്മാരല്ല, ഗുരു സാക്ഷാത് പരബ്രഹ്മമാണ്. അപ്പോൾ അങ്ങനെയുള്ള പരമാത്മാവ് നമ്മളോട് പറയുന്നതാണ്, ഇത് ഭൂമി കർമ്മക്ഷേത്രമാണെന്നും ഈ കർമ്മക്ഷേത്രത്തിൽ കർമ്മം ചെയ്യേണ്ടത് ഓരോ ആത്മാവിൻ്റെ ധർമ്മമാണ്. അത് ധർമ്മം പാലിച്ച് വേണം. അല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ പാടില്ല, ഇഷ്ടപ്പെട്ട കർമ്മമല്ല ചെയ്യേണ്ടത്, ധർമ്മം പാലിക്കും ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രഹ്മാവിനെയാണ് ആദ്യം കാണിക്കുക. ആദ്യം നമ്മൾ പോകേണ്ട എവിടെയാണ്? ബ്രഹ്മാവിൻ്റെ അടുത്തോട്ടാണ്. പിന്നെ ഈ ബ്രഹ്മാവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ബ്രഹ്മാവിന് എങ്ങനെയാണുള്ളത്? താമരയിലാണ് ഇത് ബ്രഹ്മാവിനെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഈ താമര? താമര എന്ന് വെച്ചാൽ പവിത്രതയുടെ അടയാളമാണ്, പഞ്ചശുദ്ധി. ഓരോ മനുഷ്യനും പഞ്ചശുദ്ധി. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് വേണ്ടതാണ്. ബ്രഹ്മാവിൻ്റെ അടുത്ത് പഠിക്കാനാണ് പോകുന്നത്. എന്തൊക്കെയാണ് ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ടത്? ബ്രഹ്മാവിൻ്റെ അടുത്തുനിന്ന് പഠിക്കേണ്ടത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, ജനനം, ജീവിതം, മരണം. ഈ 3 കാര്യങ്ങളും ബ്രഹ്മാവിൻ്റെ അടുത്തുനിന്ന്
പഠിക്കണം. ഇത് പഠിപ്പിക്കുന്ന ഗുരുവാണ് ബ്രഹ്മാവ്. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ ഒരു പ്രായമുള്ള മനുഷ്യനായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് എവിടെയാണ്? താമരയിലാണ്. താമര എന്ന് പറഞ്ഞാൽ പവിത്രതയുടെ അടയാളം എന്നാണ്. അപ്പോൾ പവിത്രത എന്ന് പറയുന്നത് പഞ്ചശുദ്ധിയാണ്. എന്തൊക്കെ ശുദ്ധിയാണ്? ശരീരശുദ്ധി ഉണ്ടായിരിക്കണം, വസ്ത്രശുദ്ധി ഉണ്ടായിരിക്കണം, ശുദ്ധി ഉണ്ടായിരിക്കണം, അതുപോലെ വാക്ശുദ്ധി സംസാരിക്കുന്നതിനുള്ള ശുദ്ധി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഈ 5 ശുദ്ധികളാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കർമ്മശുദ്ധി, കർമ്മം ചെയ്യുന്നതിൽ ശുദ്ധി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും 5 ശുദ്ധിയുടെ അടയാളമാണ് ഈ താമര കാണിച്ചിരിക്കുന്നത്. ഇനി അതിൽ കാണിച്ചിരിക്കുന്നതിന് ഈ ബ്രഹ്മാവിന് 3 തലയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് 3 തല കാണിച്ചിരിക്കുന്നത്? ത്രികാലജ്ഞാനം അദ്ദേഹത്തിന് ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗുരുവായിട്ട് സ്വീകരിച്ച് നമ്മളിവിടെ പോകുന്നത്. ത്രികാലത്തെ 3 കാലത്തിൻ്റെ അറിവ് അദ്ദേഹത്തിലുണ്ട്. അത് ഏതൊക്കെയാണ് ഈ കാലങ്ങൾ? ജനനം തൊട്ട് ജീവിതം തൊട്ട് മരണം വരെയുള്ള സർവ്വജ്ഞാനങ്ങളും ഈ ബ്രഹ്മാവിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ 3 തല സിംബോളിക്കായിട്ട് നമ്മളെ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് 4 കൈയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന് 2 കൈയേ കാണുള്ളൂ, പക്ഷേ ഇതൊരു 4 കൈയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം 4 കൈ കാണിച്ചിരിക്കുന്ന 4 ചിഹ്നങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയാണ്. ആ 4 കൈയിലും 4 കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ 4 കൈ അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കൈ കാണിച്ചിട്ടുണ്ട്, അതിൽ ഗ്രന്ഥങ്ങളാണ്, താളിയോല ഗ്രന്ഥങ്ങളാണ്, വെച്ചാൽ അറിവിനെയാണ്. അറിവ് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ശിഷ്യന്മാരാണ്, ഗുരുവിൻ്റെ അടുത്താണ് പോയിരിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ സമ്പാദ്യമാണ് ഈ ഗ്രന്ഥങ്ങൾ, അറിവുണ്ടെന്നുള്ളത്. അടുത്തത് കാണിച്ചിട്ടുണ്ട് രുദ്രാക്ഷമാലയാണ്, ജപമാല കാണിച്ചിട്ടുണ്ട്. ഈ രുദ്രാക്ഷമാല എന്ന് പറയുമ്പോൾ ആ ജപമാലയായിട്ട് കാണിച്ചിരിക്കുന്നത് കാരണം ഈ ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചവനാണ്, ഇതെല്ലാം പഠിച്ചവനാണെന്ന് കാണിക്കാനാണ് ഈ ഗ്രന്ഥങ്ങൾ. നമ്മൾ പഠിക്കാനും പോയി അദ്ദേഹം പഠിപ്പിക്കും. അതിനാണ് ആ ജപമാല കാണിച്ചിരിക്കുന്നത്. അടുത്തത് താമരയാണ്. ഈ വരുന്നവരെല്ലാവരും ഈ പിതാവിനെ പോലെ തന്നെ, ഈ ഗുരുവിനെ പോലെ തന്നെ പവിത്രതയുള്ളവരായിരിക്കണം. അതിനാണ് ആ ഒരു താമര കാണിച്ചിരിക്കുന്നത്. അടുത്തത് ആശീർവാദത്തിൻ്റെ, നമ്മളെ പഠിപ്പിക്കാനാണ് അദ്ദേഹം ഇരിക്കുന്നത്. അവിടെ ചെന്നാൽ പഠിപ്പിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മളെല്ലാം പഠിക്കാൻ പോവാണ്. അതിനകത്തിൽ ഏറ്റവും മുന്നേ പഠിച്ചു വരുന്ന അവർക്കിട്ടിരിക്കുന്ന പേരാണ് സരസ്വതി എന്ന് പറയുന്നത്. സരസ്വതി എന്ന് പറഞ്ഞാൽ സരസമായി പറയുന്നവൾ എന്നാണ്. അപ്പം നമ്മൾ പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. അപ്പോൾ ആദ്യമായിട്ട് പഠിപ്പിച്ചത് സരസ്വതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാം അവരെ സരസ്വതി എന്ന് പൂജിക്കുന്ന, വിദ്യാദേവത എന്ന്. അവരാണ് എല്ലാവരോടും സരളമായി പറഞ്ഞു തരുന്നത്. അപ്പോൾ അവരുടെ കർമ്മരൂപത്തെയാണ് നമ്മൾ കാളിയായിട്ട് എല്ലായിടവും കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് കാളി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ചോര കുടിക്കുന്നതോ മറ്റുള്ളവരുടെ തല കട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ഈ സരസ്വതിയുടെ കർമ്മരൂപമാണ്. നമ്മൾ ഓരോ വിദ്യാർത്ഥികളും എങ്ങനെ ആയിരിക്കണം, പഠിപ്പിക്കുകയും ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കണം. ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോൾ വിദ്യാർത്ഥിയാണ്, അത് പഠിപ്പിക്കുമ്പോൾ ടീച്ചറാകും, അവർ ഗുരുവാകും. അപ്പോൾ അവരെങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഭദ്രകാളിയിലൂടെ നമ്മളെ കാണിച്ചിരിക്കുന്നത്. ഭദ്രകാളിയെ കാണുമ്പോൾ അവരുടെ ശരീരം കറുത്ത രൂപമാണ് ശരീരം എന്ന് പറഞ്ഞാൽ ശരീരബോധം പാടില്ല. ശരീരബോധം ഉണ്ടാകുമ്പോൾ നമുക്ക് പല ഈ പഞ്ചവികാരങ്ങളൊക്കെ നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് ശരീരബോധമില്ലാത്തതിൻ്റെയാണ് ആ കറുത്ത കളറ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് കാണിച്ചിരിക്കുന്നത് 51 തലയോട്ടികളാണ് കഴുത്തേലിട്ടിരിക്കുന്നത്. അപ്പോൾ 51 തലയോട്ടി എന്ന് പറഞ്ഞാൽ സംസ്കൃത ഭാഷയുടെ, ഏത് ഭാഷയുടെ അതിൽ 51 അക്ഷരങ്ങളുടെ ജ്ഞാനമുള്ളവൻ. ഈ 51 അക്ഷരങ്ങളിലുള്ള കാര്യങ്ങളാണല്ലോ കാണിച്ചിരിക്കുന്നത്. ഈ 51 അക്ഷരങ്ങളും ഞാൻ ഗ്രഹിച്ചിട്ടുണ്ട്, അറിവുള്ളവളാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ആ 51 തലയോട്ടികൾ ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കൈയാണ് ഉടയാടയായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ പഠിക്കുക തന്നല്ല, അത് എഴുതി വെക്കാനും കഴിവുള്ളവളായിരിക്കണം ടീച്ചർ. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഗ്രന്ഥങ്ങൾ എഴുതണം, അതിനുള്ള കഴിവുണ്ടെന്നുള്ളതിനാണ് ആ ഉടയാടയായിട്ട് കൈകൾ കാണിച്ചിരിക്കുന്നത്. അതുപോലെ നാക്ക് നീട്ടി കാണിച്ചിട്ടുണ്ട്, ഒരുപാട് നീട്ടിയാണ് കാണിക്കുന്നത്. അപ്പോൾ യാതൊരു സങ്കോചവും ഇല്ലാതെ വേണം പഠിപ്പിക്കേണ്ടത്. പഠിപ്പിക്കുമ്പോൾ യാതൊരു സങ്കോചവും ഉണ്ടാകാൻ പാടില്ല. അത്ര ശരീരം നോക്കി പഠിപ്പിക്കാൻ പാടില്ല. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും, എനിക്ക് കൂടുതൽ ഇത്രയും പറഞ്ഞു കൊടുക്കണ്ട എന്നുള്ളൊരു ചിന്ത ഉണ്ടാകരുത്. അതുകൊണ്ടാണ് നല്ലതുപോലെ സരസമായി ലളിതമായി പറഞ്ഞു കൊടുക്കണം. അതാണ് ആ നാക്ക് നീട്ടിയതായിട്ട് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കയ്യിൽ കാണിച്ചിട്ടുണ്ട്, ത്രിശൂലം കാണിച്ചിട്ടുണ്ട്. ഒരു കയ്യിൽ ത്രിശൂലം കാണിച്ചിട്ടുണ്ട്. ത്രിശൂലം എന്ന് പറഞ്ഞത് നമ്മുടെ 3 കാലത്തെ നമ്മൾ
ഈ പഠിക്കുന്ന എന്തിനാണ്? നമ്മൾ പഠിക്കണം, പഠിപ്പിക്കണം, അതുപോലെ നമുക്ക് ജീവിക്കണം, ജീവിതകാലമുണ്ട്, ജീവിക്കണം. അതുപോലെ ഇനി മരണം ഒരു സിദ്ധാന്തമാണ്. ജനനവും ജീവിതവും സിദ്ധാന്തമാണെങ്കിൽ മരണവും ഒരു സിദ്ധാന്തമാണ്. അത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്, അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് മൂന്നും അറിഞ്ഞവളെന്ന് കാണിക്കാനാണ് ശൂലം കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ദാരികൻ്റെ തല കൈവെട്ടി വെച്ചിട്ടുണ്ട്. ഈ ദാരികനെന്ന് പറയുന്ന പഞ്ചവികാരത്തെ, നമ്മളിലുള്ള പഞ്ചവികാരമാകുന്ന ദാരികനെയാണ് ആ വെട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു അല്പം പോലും ആശയം, ഒരു അല്പം പോലും നമ്മുടെ മനസ്സിലൊരു വികാരം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ആ ചോര ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ അജ്ഞതയെ ജയിക്കുന്നതിന് വേണ്ടിയാണ് വിജ്ഞാനത്തിൻ്റെ വാള് കാണിച്ചിരിക്കുന്നത്. അജ്ഞത ജയിക്കണമെങ്കിൽ വിജ്ഞാനം കൊണ്ടാണ്. ആ വിജ്ഞാനത്തിൻ്റെ വാളല്ല, തലവെട്ടുന്ന വാളാണോ? അല്ല, വിജ്ഞാനത്തിൻ്റെ വാളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഹോമകുണ്ഡമുണ്ട്. നമ്മളിലുള്ള പഞ്ചവികാരങ്ങളും ദുർവികാരങ്ങളും ദുർമോഹങ്ങളും ഒക്കെ അഗ്നിയിലേ ദഹിപ്പിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നിനകത്തിലും ദഹിപ്പിക്കാൻ പറ്റില്ല. ഏറ്റവും ദഹനം ഉണ്ടാകുന്നത് അഗ്നിയാണ്. അതുകൊണ്ടാണ് ഹോമകുണ്ഡം കാണിച്ചിരിക്കുന്നത്. അഗ്നിയിലത് ദഹിപ്പിക്കുക എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതിനാണ് ആ സിമ്പൽ അവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ എന്തിനേയും തടയാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം, അതിനാണ് പരിച കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ധർമ്മങ്ങളെല്ലാമാണ് ഇതിനകത്തേക്ക് കൂടെ നമ്മളെ വരച്ച് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ഇങ്ങനെ ആയിരിക്കണമെന്നുള്ള അതിൻ്റെയാണ് ഈ ഭദ്രകാളിയെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ സരസ്വതിയുടെ രണ്ടാമത്തെ രൂപമാണ്, കർമ്മരൂപത്തെയാണ് ഭദ്രകാളിയായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ അപ്പം നമ്മൾ ബ്രഹ്മാവിൽ നിന്ന് ഇത് ഇത്രയും പഠിച്ചിരിക്കുക. എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്? ജനനവും ജീവിതവും മരണവും ഇവിടുന്ന് പഠിക്കണം. കാരണം വിഷ്ണുവിൻ്റെ അടുത്ത് ഇനിയും പോയാൽ, വിഷ്ണുവിനെയും ഗുരുവായിട്ട് എടുക്കണമെന്നാണ്. വിഷ്ണുവിൻ്റെ അടുത്ത് പോയാൽ അവിടെ പ്രാക്ടിക്കലേ ഉള്ളൂ. ഇവിടുന്ന് വേണം ലോജിക്ക് പഠിക്കേണ്ടത്, ഇവിടുന്ന് വേണം എല്ലാം പഠിക്കണം. സൃഷ്ടി സ്ഥിതി സംഹാരം ഇവിടുന്ന് പഠിക്കുകയും ബാക്കിയുള്ളിടത്തൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്ത് ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ട് ഇനി പ്രാക്ടീസിന് വേണ്ടിയാണ് വിഷ്ണുവിൻ്റെ അടുത്തോട്ട് പോകുന്നത്. വിഷ്ണുവിനെയാണ് ഇനി അടുത്തത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വിഷ്ണുവിനെ കാണിക്കുമ്പം വിഷ്ണു നിൽക്കുന്നത് ഒരു തലയും ഒരു ഉടലും, പക്ഷെ 4 കൈ കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്ന് പറയുന്നത്, വിഷ്ണു രൂപൻ എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവിനെയാണ്. ഭാര്യയും ഭർത്താവിൻ്റെ കമ്പൈൻഡ് രൂപത്തെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ജീവിതം തുടങ്ങണമെങ്കിൽ 2 ആൾ വേണം, ഭാര്യയും ഭർത്താവും. അവർ ഒരുപോലെ ഉള്ളവരായിരിക്കണം ആ 2 പേരും. അതിനെയാണ് ആ ചേർത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 4 കൈ കാണിച്ചിരിക്കുന്ന 2 എണ്ണം ഭർത്താവിൻ്റെയും 2 എണ്ണം ഭാര്യയുടെ. എന്ന് വെച്ചാൽ 2 എണ്ണം നാരായണൻ്റെ. ഇത് പഠിച്ചവർ നാരായണനാകും. ആണാണ് പഠിക്കുന്നെങ്കിൽ അവൻ നരനിൽ നിന്ന് നാരായണനാകണം. എന്ന് വെച്ചാൽ നരനിൽ ശ്രേഷ്ഠൻ, ഏറ്റവും ശ്രേഷ്ഠതയുള്ളവനായിരിക്കണം. അങ്ങനെയുള്ളവർ നാരായണനും. അതുപോലെ നാരി പഠിച്ചു കഴിഞ്ഞ് അറിവ് നേടി കഴിയുമ്പോൾ നാരായണിയാകണം, ലക്ഷ്മിയാകണം. വെറും ലക്ഷ്മിയല്ല, അഷ്ടലക്ഷ്മിയാകണം. അപ്പോൾ അഷ്ടലക്ഷ്മിയാണ് ഈ വിവാഹത്തിന്. സരസ്വതി പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷ്മിയാകാൻ പോവാണ്. ലക്ഷ്മിയാകുന്ന ആ ലക്ഷ്മി അഷ്ടലക്ഷ്മി, 8 ഗുണങ്ങളുള്ളവളാണ് ആ ലക്ഷ്മി. ഓരോ ഭാര്യമാരും 8 ഗുണങ്ങളുള്ളവളായിരിക്കണം എന്നാണ് ദൈവം പറഞ്ഞത്. കാരണം ഈ 8 ഗുണങ്ങളുണ്ടെങ്കിൽ, ലക്ഷ്മിക്ക് 8 ഗുണങ്ങളുണ്ടെങ്കിൽ 8 കർമ്മം ചെയ്യാൻ നാരായണന് കഴിയുള്ളൂ. അഷ്ടദിക്പാലകനാണ്, 8 ദിക്കും പാലിക്കണം നാരായണന്. 8 പാലിക്കണമെങ്കിൽ ലക്ഷ്മി ഈ 8 ഗുണങ്ങളുള്ളവളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് ഇത് കാണിച്ചിരിക്കുന്നതെന്ന്. ഇതെല്ലാം സിംബോളിക്കായിട്ടാണ് ഈ രൂപങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 4 കൈയിൽ, ഒരു കൈ ശംഖ്, ചക്ര, ഗദ, പത്മം, ഈ 4 കൈയിലും 4 കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ശംഖും താമരയും ലക്ഷ്മിയുടെയാണ്, ചക്രവും ഗദയും നാരായണൻ്റെയാണ്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് കൂടെ നമ്മൾ നോക്കാം. എന്താണ് ശംഖ് എന്നുള്ളതാണ്. ശംഖിലൂടെ എങ്ങനെ ഊതിയാലും ഓമെന്നേ വരും. ഓമെന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവെന്നാണ്, പ്യൂരിറ്റി എന്നാണ്. പ്യൂരിറ്റി ഏത് ഭാവത്തിൽ ഊതിയാലും, ഒരു പൂജാരി ഊതിയാലും, ഇനി ഒരു ചട്ടമ്പി ഊതിയാലും, ആര് ഊതിയാലും ഓമെന്നേ വരും അതിനകത്ത്. അപ്പോൾ ഒരു സ്ത്രീ ആരെല്ലാം എങ്ങനെല്ലാം ഓതി തന്നാലും നല്ലത് മാത്രമേ ഉള്ളിലോട്ട് എടുക്കാവൂ. കാരണം ഇത് ഉള്ളിൽ നിന്ന് വായിലൂടെ വരുമ്പോൾ നല്ലതേ ഉണ്ടാകുമോ, കെട്ടതെല്ലാം കളഞ്ഞിരിക്കണമെന്നാണ്. ശംഖ് പോലെ ആയിരിക്കണം ഒരു സ്ത്രീ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ആ ശംഖ് അവിടെ കാണിച്ചിരിക്കുന്നത്.
അതുപോലെ താമര കാണിച്ചിട്ടുണ്ട്. സ്ത്രീ എപ്പോഴും പവിത്രവതിയായിരിക്കണം, ഈ പഞ്ചശുദ്ധി സ്ത്രീയിലുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ താമര കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടെണ്ണം ലക്ഷ്മിയുടെയാണ്. ഇനി നാരായണൻ്റെ കഴിവുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എങ്ങനെയുള്ളവനായിരിക്കണം പതി, എങ്ങനെയുള്ളവനാണ്. അപ്പോൾ ചക്രധാരിയാണ്, അതിനെ സുദർശനം എന്നാണ് പറയുന്നത്. സുദർശനം എന്ന് പറഞ്ഞാൽ നല്ലത്, ദർശനം കാണുക എന്നാണ്. അപ്പം നല്ലത് കാണുന്നവനായിരിക്കണം, എന്തിലും നന്മ മാത്രം കാണുന്നവനായിരിക്കണം നാരായണൻ അല്ലെങ്കിൽ പതി. അതുപോലെ തന്നെ ഗദ കാണിച്ചിട്ടുണ്ട്. ഗദ ഒരു ആയുധമാണ്, പക്ഷെ അത് ഇങ്ങനെ കാണിക്കുമ്പോഴാണ് യുദ്ധത്തിന് പോകുന്ന യോദ്ധാവെന്ന് കാണിക്കുന്നത്. പക്ഷേ ഇത് കാണിച്ചിരിക്കുന്നത് താഴോട്ട് കാണിച്ചിരിക്കുന്നത് ശക്തിയുടെ അടയാളമാണ്. ശക്തിയുള്ളവനായിരിക്കണം പതി, എപ്പോഴും ശക്തിയുള്ളവനായിരിക്കണം. ശക്തിയുള്ളവന് മാത്രമേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശക്തിയുടെ അടയാളമായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 2 പേരായിരിക്കണം കുടുംബം നയിക്കാൻ വേണ്ടത്. കാരണം അഷ്ടലക്ഷ്മി, 8 ഗുണങ്ങളുള്ളവൾ, അഷ്ടദിക്ക് പാലകൻ. ഭർത്താവിനെ അഷ്ടദിക്ക് പാലിക്കണമെങ്കിൽ ഭാര്യ എപ്പോഴും 8 ഗുണങ്ങളുള്ളവളായിരിക്കണം, ഗുണവതിയായിരിക്കണം. അതുകൊണ്ടാണ് അവരെ ലക്ഷ്മി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് കാണിച്ചിരിക്കുന്ന മഹാദേവനെയാണ് കാണിച്ചിരിക്കുന്നത്. മഹാദേവൻ എന്ന് പറയുമ്പോൾ ആ രൂപം നോക്കണം, മരണസിദ്ധാന്തമാണ്. ഇതിനെയാണ് ഈ നമ്മളെല്ലാം പറഞ്ഞിരിക്കുന്നത് 4 വർണ്ണങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട്. 4 അവസ്ഥയാണ് കാണിച്ചിരിക്കുന്നത്. എന്താണ്? ബ്രഹ്മചര്യം, പഠിക്കാൻ പോകുമ്പോൾ ബ്രഹ്മചര്യം. പക്ഷേ ഈ വന്ന കാലത്ത് ബ്രഹ്മചര്യം എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എന്തോ ശാരീരിക കാര്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ ഒരവസ്ഥയാണ്. പഠിക്കാൻ പോകുമ്പോൾ ഈ പഞ്ചശുദ്ധിയുള്ളവരായിരിക്കണം. ഈ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ചര്യ, നമ്മുടെ ചര്യ എന്താണ്? പഠിക്കുക എന്നുള്ളതാണ്. ശുദ്ധിയായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. അതിനുവേണ്ടിയാണ് ബ്രഹ്മചര്യ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മചര്യ ആയിരിക്കണം. ഈ ഒന്നാമത്തത് ബ്രഹ്മചര്യ, രണ്ടാമത്തത് ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമി ആയിരിക്കണമെന്നാണ്. നമ്മളെല്ലാം ചെയ്യുന്നത് പോലെ വിവാഹം കഴിഞ്ഞൊരു കുടുംബം നയിക്കണം എന്നുള്ളതാണ്. അതിന് കാലയളവും പറഞ്ഞിട്ടുണ്ട്. പഠിക്കുന്നതിനറിയാം നമുക്കൊരു 10-20 വയസ്സ് വരെ ആയിരിക്കണം, അല്ലെ 10-22 10-25 വയസ്സ് വരെ ആയിരിക്കണം വിദ്യാഭ്യാസം. അത് കഴിഞ്ഞിട്ട് ജോലിയും വിവാഹവും കുടുംബജീവിതം അത് ഈ 60 വയസ്സ് വരെ ഗൃഹസ്ഥാശ്രമി ആയിരിക്കണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഭർത്താവിന് എന്ന് 60 വയസ്സ് കഴിയുന്ന ഭാര്യയുടെ ഷഷ്ടിപൂർത്തി എന്നാണ്. ഒരാൾക്കല്ല, 2 പേർക്കും ഷഷ്ടിപൂർത്തിയാണ്. ഭാര്യയ്ക്ക് ചിലപ്പോൾ 45 വയസ്സേ കാണുള്ളൂ, പക്ഷേ അവർക്കും ഷഷ്ടിപൂർത്തിയാണ്. കാരണം ഈ ഷഷ്ടിപൂർത്തി എന്ന 60 വയസ്സ് ഭർത്താവിന് തികഞ്ഞു എന്ന് പറഞ്ഞാൽ മക്കൾ കല്യാണം കഴിച്ച് അവർക്ക് മക്കളുണ്ടായിരുന്നു. അപ്പം മുത്തശ്ശിയായെന്നാണ്. ഇവിടെ വിദ്യാർത്ഥിയായിരുന്നു, ഇവിടെ വന്നപ്പോൾ ഭാര്യയായി, ഇനി മുത്തശ്ശിയാകാൻ പോവുകയാണ്. ആ മുത്തശ്ശനും ആകുന്നതിൻ്റെയാണ് ഈ 3ാമത്തെ അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബ്രഹ്മചര്യം തുടങ്ങി, ഗൃഹസ്ഥാശ്രമം 60 വയസ്സ് വരെ. ഈ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ട് പിന്നെ 2 സന്യാസ യോഗം എന്ന് പറയുന്നത്. സന്യാസി എന്ന് പറഞ്ഞാൽ കാട്ടിപ്പോകാനുള്ളതല്ല, കാഷായ വേഷം ധരിക്കുക എന്നുള്ളതല്ല, നിഷ്കാമകർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഫലവും ഇച്ഛിക്കാതെ. കാരണം ഇനി മരണത്തിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഫലവും ഇച്ഛിക്കരുതെങ്കിൽ എന്ത് വേണം? അടുത്ത തലമുറയ്ക്ക് നമ്മൾ പഠിച്ചതൊക്കെ പകർന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ജോലിയുള്ളൂ. അതിന് ശമ്പളം കിട്ടില്ലല്ലോ. അപ്പോൾ അതിന് യാതൊരു ഇച്ഛ ഇങ്ങോട്ടൊന്നും പാലിക്കാതെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഇതിൻ്റെ ഫലം അവർ നാളെ ഒരു സമയത്ത് നല്ലതാകുമ്പോഴാണ് അവർക്ക് കിട്ടുന്നത്, അന്ന് നമ്മളുണ്ടാവില്ല. അപ്പോൾ ഈ 3 കാലഘട്ടങ്ങളിൽ, പക്ഷേ ഈ ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമത്തിലോട്ട് വരാൻ വലിയ ഇഷ്ടമാണ്. പക്ഷേ 60 വയസ്സ് കഴിയുമ്പം ഈ സന്യാസത്തിലോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനിടയ്ക്ക് വേറൊരു കാലയളവ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു കാലയളവ് ഇട്ടിട്ടുണ്ട്. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ഇരുന്ന പ്രസ്ഥം ഒന്ന് വാനിഷാക്കണം. ആ വാനിഷാക്കണം, ഇല്ലെങ്കിൽ ഈ സുഖഭോഗങ്ങളുമായിട്ട് വന്ന നമ്മൾ ഇതിനകത്തിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് ഈ വാനപ്രസ്ഥം. നമ്മുടെ മനസ്സിനെ ഒന്ന് മാറ്റി കറക്റ്റാക്കി എടുക്കുന്ന ഒരു ചെറിയ എത്രയും കുറയ്ക്കാനാണ് പറയുന്നത്. വാനപ്രസ്ഥ കാലാവധി എന്ന് വെച്ചാൽ കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും കാലങ്ങൾ കുറച്ചിട്ട് സന്യാസത്തിലോട്ട്. ഈ അപ്പൂപ്പനും അമ്മമ്മ ആയെന്ന് നമുക്ക് മനസ്സിന് ബോധ്യം വരണം. ഇല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മമ്മ ആകാതെ നമ്മൾ അപ്പോഴും അച്ഛനും അമ്മയും കളിക്കും. അച്ഛനും അമ്മയും രീതി ഇരിക്കാൻ പാടുണ്ടോ? ഇല്ല, മക്കളായി ആ ഒരു പോസ്റ്റില്ല. അത്ര ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളുടനെ സന്യാസത്തിലോട്ട് പോകണം. അപ്പോൾ ആ പ്രസ്ഥം മാറ്റണം എന്ന് ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത്.
അപ്പോൾ ഈ മരണസിദ്ധാന്തം, അപ്പോൾ നമ്മൾ ജനനം പഠിച്ചു, ജീവിതം പഠിച്ചു, ഇനി മരണസിദ്ധാന്തം എന്തെന്നുള്ളതാണ്. അപ്പോൾ ഈ മരണസിദ്ധാന്തത്തെയാണ് മഹേശ്വരനെ കാണിക്കുന്നത്. രണ്ടെണ്ണത്തിലും ആ രൂപങ്ങൾ കണ്ടാണ് നമ്മൾ പഠിച്ചത്. ഈ മൂന്നാമത്തിലും ആ മഹേശ്വര സിദ്ധാന്തം എന്താണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മഹേശ്വരനെ കാണിച്ചിരിക്കുന്നത് ഒരു ധ്യാനമൂർത്തിയായിട്ടാണ് മഹേശ്വരനെ കാണിച്ചിരിക്കുന്നത്, ധ്യാനമൂർത്തിയായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ ശരീരബോധം ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ഇത് മരണത്തിന് ചാരമാകേണ്ട അതാണ് ഈ ശരീരം എന്നുള്ളത് കൊണ്ടാണ് ചുടലഭസ്മം കൊണ്ട് ശരീരം മൊത്തം പൂശിയിരിക്കുന്നത്. ഇത് ചാരമാകാൻ പോകേണ്ട, ഇതിനെ ആരും ഇനി മോഹിക്കാൻ പാടില്ല. അതിനാണ് അത് കാണിച്ചിരിക്കുന്നത്. വെച്ചാൽ നമ്മൾ അപ്പൂപ്പനാകാൻ പോകുന്നു എന്നുള്ള, അപ്പൂപ്പനായി എന്നുള്ളതിൻ്റെ സിമ്പലാണ്. അപ്പോൾ ആ കാണിച്ചിരിക്കുന്നതിനകത്ത് കാണിക്കുന്നുണ്ട് ആദ്യമായിട്ട് ഇനി ധ്യാനവും കാര്യങ്ങളും മരണസിദ്ധാന്തത്തിനകത്ത് ദൈവത്തെ ഓർത്ത് മരിക്കുക എന്നുള്ള. മരണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരെയും മരണമെന്നാണ് പറയുന്നത്. ആര് മരിച്ചാലും മരണമെന്ന് പറയും. പക്ഷേ എല്ലാവരുടെയും ഇതൊന്നും മരണമല്ല, ചത്തുപോകാമെന്ന് പറയും. അപ്പോൾ അതങ്ങനെ പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മരണമെന്ന് പറയുന്നത്. കാരണം മരണമെന്ന് പറഞ്ഞാൽ സ്മരിച്ച് മരിക്കുക. ആരെ? ദൈവത്തെ. ആരാണോ നമ്മുടെ പിതാവ്, ആ പിതാവിനെ നമ്മൾ സ്മരിച്ച് മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മരിക്കുന്നവരെയാണ്, അങ്ങനെ വേണമെങ്കിൽ ഈ ക്രമത്തിൽ ജീവിക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് ഇതെല്ലാം ചെയ്യാൻ, ഈ കൃത്യനിഷ്ഠയായിട്ട് ഇത് ഇത്രയും ചെയ്തു വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണം മരിക്കാനാണ്. അപ്പോൾ അതിനുള്ള സിദ്ധാന്തങ്ങളാണ് ആ രൂപത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് തൃക്കണ്ണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ആത്മാവാണെന്നുള്ള ബോധം, ആത്മബോധം ഒരിക്കലും കളയാൻ പാടില്ല. അതുകൊണ്ടാണ് ആത്മബോധം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു 3 വര കാണിച്ചിട്ടുണ്ട്. ത്രിലോകത്തെ അറിഞ്ഞിരിക്കണം. കാരണം നമ്മളിവിടെ വന്നിരിക്കുന്നത് കർമ്മം ചെയ്യാൻ. ഇത് കർമ്മക്ഷേത്രമാണ്, ഇത് ആത്മലോകമല്ല. ഇത് ആത്മാവിന് കർമ്മം ചെയ്യാനുള്ള ഭൂമി എന്ന് പറയുന്നത് കർമ്മക്ഷേത്രമാണ്. അപ്പം നമ്മുടെ ലോകം വേറെയാണ്, ആത്മാക്കളുടെ ലോകം വേറെയാണ്. അതുകൊണ്ടാണ് ആ 3 ലോകമെന്ന് പറയുന്നത്. 3 ലോകത്തെ പഠിക്കുക എന്ന് പറഞ്ഞത്. ഒന്നാമത്തത് നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന ഈ പ്രപഞ്ചം, ഭൂമി, ആകാശം, നക്ഷത്രങ്ങളുമൊക്കെ അടങ്ങുന്ന ഇതിനെയാണ് നമ്മൾ ഒന്നാമത്തെ ലോകം എന്ന് പറയുന്നത്. ഇതിന് മുകളിലൊരു ലോകമുണ്ട്, അതിന് സൂക്ഷ്മലോകം എന്നാണ് പറയുന്നത്. ഈ സൂക്ഷ്മലോകത്തിന് മുകളിലൊരു ലോകമുണ്ട്, ഇതിനെയാണ് ബ്രഹ്മലോകം, ബ്രഹ്മാണ്ടം, നിർവാണധാമം, പരന്ധാമം, ആത്മലോകം എന്നൊക്കെ പറയുന്നത്. ഇവിടാണ് ആത്മാവിൻ്റെ പിതാവായ പരമാത്മാവ് വസിക്കുന്നത്. ആത്മാവിൻ്റെ പിതാവായ പരമാത്മാവ് ഒരിക്കലും ജനിമൃതിയിൽ വരാറില്ല. എന്നുവെച്ചാൽ ശരീരം ധാരണ ചെയ്യാറില്ല. ശരീരം ധാരണ ചെയ്യുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. കർമ്മം ചെയ്യേണ്ടതുണ്ട്, മാനുഷിക കർമ്മം ചെയ്യേണ്ടതുകൊണ്ട് മാത്രം മനുഷ്യന് ശരീരം, ഭൂമി, കർമ്മക്ഷേത്രത്തിൽ വരുമ്പോൾ നമുക്ക് യൂണിഫോം കിട്ടുന്നത് പോലെ, നമ്മളൊരു കയറുമ്പോൾ നമുക്ക് ആ കമ്പനിയുടെ യൂണിഫോം, കർമ്മത്തിനുള്ള യൂണിഫോം തരുന്നത് പോലെ ഈ ഭൂമിയിൽ വരുമ്പം ഈ പ്രകൃതി, പഞ്ചഭൂതങ്ങൾ, 5 ഭൂതങ്ങൾ, അഗ്നി, വായു, ജലം, ആകാശം എന്ന് പറയുന്ന ഈ 5 പഞ്ചഭൂതങ്ങൾ നമുക്ക് ശരീരം തരുന്നു. ഈ ശരീരം ഇട്ട് കർമ്മം ചെയ്യുക. കർമ്മ കാലാവധി കഴിയുമ്പോൾ ഈ ആത്മാവ് ശരീരത്തെ ഉപേക്ഷിക്കുന്നതിനെയാണ് നമ്മൾ മരണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മാവിൻ്റെ പിതാവായ പരമാത്മാവാണ് ബ്രഹ്മലോകത്തിൽ, അതിനെ ബ്രഹ്മലോകമെന്നാണ് പറയുന്നത്. ആ ബ്രഹ്മലോകത്ത് എങ്ങനെയാണോ ആത്മാവിൻ്റെ രൂപം ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു അണുവിനേക്കാളും അണുവായ ഒരു പ്രകാശ ബിന്ദുവാണ്. അതിരിക്കുന്നത് നമ്മുടെ ഇരുപുരുകത്തിലും സെൻട്രലായിട്ട് സ്കള്ളിനുള്ളിലാണ് ഇരിക്കുന്നത്. ആ ആത്മാവാണ് നമ്മളെ കൊണ്ട്, ഈ ശരീരത്തെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത്. കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നതും ഈ ആത്മാവാണ്. അതുകൊണ്ടാണ് എല്ലാ ഗുരുക്കന്മാരും പറയുന്നത് കർമ്മദോഷം ചെയ്യരുത്, കർമ്മം കറക്റ്റായിട്ട് ചെയ്യണം, തെറ്റ് ചെയ്യരുതെന്ന് പറയുന്നത്. കാരണം ഈ ശരീരം പോയാലും ആത്മാവിൽ ഇതെല്ലാം ഫീഡാകുന്നുണ്ട്. അപ്പോൾ ഈ CD അടുത്ത പ്രാവശ്യം നമുക്ക് വേറൊരു ശരീരം കിട്ടുമ്പോൾ ഈ CD ആണ് കറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം ചെയ്തതിൻ്റെ ഫലത്തിൻ്റെ അനുസരിച്ചുള്ള ശരീരങ്ങളും ജീവിതങ്ങളും മാത്രമാണ് നമ്മൾ കിട്ടുന്നത്. നന്മ ചെയ്തവന് നല്ല റോള് കിട്ടും, നമ്മൾ തെറ്റാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ തെറ്റ് കിട്ടും. നമ്മളൊരു കൊലപാതകയാണെങ്കിൽ തിരിച്ച് നമ്മളെ കൊല്ലാനായിട്ട് നമ്മൾ തയ്യാറായി നിന്നു കൊടുക്കണം. ആരെയാണോ നമ്മൾ കൊന്നത് അവർ തിരിച്ചു വന്നിട്ട് നമ്മളെ കൊല്ലും. ചിലപ്പോൾ അത് മക്കളായിട്ടായിരിക്കും, ചിലപ്പോൾ ഭാര്യയായിട്ടായിരിക്കും, ചിലപ്പോൾ സഹോദരങ്ങളായിട്ടായിരിക്കും, ചിലപ്പോൾ കൂട്ടുകാരായിട്ടായിരിക്കും, ചിലപ്പോൾ നാട്ടുകാരായിട്ടായിരിക്കും. ഒക്കെ വരുന്നത്
ഈ ആത്മാവാണ്. അതുകൊണ്ടാണ് ആത്മാവ് യാതൊരു തെറ്റും നമ്മൾ ഭൂമിയിൽ കർമ്മ ദോഷങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഈ 3 വരയെക്കുറിച്ച് ത്രിലോകത്തെപ്പറ്റി പഠിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ആത്മാവിനെ പോലെ തന്നെയാണ് ആത്മാവിൻ്റെ പിതാവായ പരമാത്മാവ് ഒരു പ്രകാശ ബിന്ദുവാണ്, ഒരു പവർ ഓഫ് ലൈറ്റ്, ഒരു ലൈറ്റ് പോലെ ഒരു പ്രകാശ ബിന്ദുവാണ്. എത്രയുണ്ടോ ആത്മാവ് അത്ര മാത്രമേ ഉള്ളൂ പരമാത്മാവ് ഒരിക്കലും ജനിമൃതി വരില്ല, ശരീരം എടുക്കാറില്ല. ഭൂമിയിൽ വന്ന ഒരു ശരീരം എടുക്കാറില്ല, അമ്മയുടെ വയറ്റിൽ വളരില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം വന്നിട്ട് ബ്രഹ്മാവിലൂടെ ഈ പഠിപ്പിച്ചതെല്ലാം ആരാണ്? അതുകൊണ്ടാണ് ഇവരാരും ഗുരുക്കന്മാരല്ല, ഗുരു സാക്ഷാത് പരബ്രഹ്മമാണ്. ഈ പരബ്രഹ്മത്തിന് ശരീരമില്ലാത്തതുകൊണ്ടാണ് ഈ വയസ്സായ ഈ 60 വയസ്സ് കഴിഞ്ഞ് ഈ ശരീരത്തിൽ വന്നിട്ട് ബ്രഹ്മാവിലൂടെ ദൈവമാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ച് ഈ കർമ്മഫലങ്ങളെല്ലാം നമ്മളെ കൊണ്ട് പറയിക്കുന്നത്. അല്ല, അദ്ദേഹം അതുകൊണ്ടാണ് ജനിക്കത്തുമില്ല, മരിക്കത്തുമില്ല. ഈ ശരീരം ഒന്ന് ധാരണ ചെയ്യത്തതേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പറയുന്നത് അവതരിച്ചു എന്തോ ഒന്ന് ധരിച്ചു, ഈ ഒരു ശരീരം ഒന്ന് ധരിച്ചു, അത്ര തന്നെ ധരിച്ച് ആ കാലയളവ് കഴിയുമ്പോൾ അദ്ദേഹം പോകുന്നു. അല്ല, അദ്ദേഹം പ്രത്യേകിച്ച് ശരീരം പിതാവ് ഒരിക്കലും ശരീരം എടുക്കാറില്ല. ഭൂമിയിൽ വരുന്നത് ഒരു തവണയേ വരുള്ളൂ. അത് ഈ കൽപ്പത്തിൻ്റെ ലാസ്റ്റായിരിക്കും വരുന്നത്. വന്ന് എല്ലാവരെയും പഠിപ്പിച്ചിട്ട് എല്ലാവരെയും കൊണ്ട് പോകും. അതിനെയാണ് നമ്മൾ ലോകം ഒരിക്കലും അവസാനിക്കത്തില്ല. ലോകമെന്ന് പറഞ്ഞത് മനുഷ്യനെയാണ്. മനുഷ്യൻ അവസാനിക്കും, ഈ സൃഷ്ടി അവസാനിക്കും. കാരണം ഇനി ഒരു പുതിയ യുഗം വരാൻ പോവുകയാണ്, സത്യയുഗം വരുമ്പോഴാണ്. സത്യയുഗത്തിൽ മനുഷ്യനെല്ലാം ദേവനായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ എത്രമാത്രം ആൾക്കാർ നന്മ ചെയ്യുന്നുണ്ടോ അവരെയാണ് നമ്മൾ സ്വർഗ്ഗവാസികളെന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ത്രിലോകത്തെ വരെ പഠിച്ചിരിക്കുന്ന 3 വരെയാണ്. ത്രിലോകത്തെ വരെ പഠിച്ചിരിക്കുന്നുണ്ട്. ഇനി അടുത്തത് കാണിച്ചിരിക്കുന്ന പാമ്പിനെ കാണിച്ചിട്ടുണ്ട്. കഴുത്തേലൊരു പാമ്പിനെ കാണിച്ചിട്ടുണ്ട്. ഈ പാമ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചവികാരത്തെ നമ്മൾ ഗൃഹസ്ഥാശ്രമിയായിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് പഞ്ചവികാരമൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം എന്ന് പറയുന്ന പഞ്ചവികാരം മനുഷ്യന് കുറേ ഉണ്ടാകും. പക്ഷേ ഈ മരണസിദ്ധാന്തത്തിലോട്ട്, സന്യാസ യോഗത്തിലോട്ട് പോകുമ്പോൾ ഒരിക്കലും ഈ പഞ്ചവികാരത്തെ നമ്മൾ ജയിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ല മരണം നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മോക്ഷം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മോക്ഷം പ്രാപിക്കണമെങ്കിൽ ഈ പഞ്ചവികാരത്തെ ജയിക്കണം. ആ പഞ്ചവികാരത്തെ ജയിച്ചവനെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു പാമ്പിനെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒന്നിനെയും കൊല്ലാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് ആ പുലിത്തോല് കാണിച്ചിരിക്കുന്നത്. ഹിംസയെ ഹിംസിച്ചവൻ. ഒരിക്കലും നമ്മൾ ഒന്നിനെയും കൊല്ലാനുള്ള അവകാശം മനുഷ്യന് തന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ആ പുലിത്തോല് അടയാളമായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ പിന്നെ രുദ്രാക്ഷം കാണിച്ചിട്ടുണ്ട്. രുദ്രാക്ഷം എന്ന് വെച്ചാൽ രുദ്രനെന്ന് പറഞ്ഞാൽ ശിവൻ, അക്ഷം കണ്ണ്, ശിവൻ്റെ കണ്ണാണ്. അപ്പോൾ രുദ്രാക്ഷം ധരിക്കുന്നവർക്ക് ദൈവത്തെ മാത്രമേ ഓർമ്മ വരാവൂ. ദൈവം പറഞ്ഞതല്ലാതെ ഏത് കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവനും ഒരിക്കലും ഈ രുദ്രാക്ഷം ഉപയോഗിക്കാൻ പാടില്ല. രുദ്രാക്ഷം ഉപയോഗിക്കുമ്പോൾ ദൈവത്തെ ആയിരിക്കണം ഓർമ്മ വരേണ്ടത്. ദൈവത്തിൻ്റെ കണ്ണാണ്. എങ്ങനെയാണോ നമ്മൾ ഒരു പൊതുവേദിയിലൊക്കെ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്ന് പോലീസ് വെച്ചിട്ടുണ്ട്. എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഡാൻസ് കളിക്കാമെന്നൊന്നും അല്ല, മര്യാദയ്ക്ക് പോകണമെന്നുള്ളതല്ലേ. അപ്പോൾ അതാണ് ഈ രുദ്രാക്ഷത്തിൻ്റെ കടമ. രുദ്രാക്ഷം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഓർത്താണ് എപ്പോഴും ദൈവം പറഞ്ഞ കാര്യങ്ങളും മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ രുദ്രാക്ഷം കാണിച്ചിരിക്കുന്നത്. തൃശൂലം കാണിച്ചിട്ടുണ്ട്. 3 കാലങ്ങളെ അറിഞ്ഞിരിക്കണം എന്നാണ്. അതാണ് സൃഷ്ടിസ്ഥിതി സംഹാരം. ഇത് കഴിഞ്ഞ് വരുന്ന ആ കാലത്തിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ആ തൃശൂലം കാണിച്ചിരിക്കുന്നത്. അതുപോലെ അതിലൊരു ഉടുക്കും കാണിച്ചിട്ടുണ്ട്. ഉടുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിലപ്പോൾ ഈ ഒരു കാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത കാലം അങ്ങ് മറന്നു പോകും. ആ മറന്നു പോകരുത്, അതിനുവേണ്ടി അതിനെ ഉണർത്താനാണ് ആ ഉടുക്ക് അവിടെ കാണിച്ചിരിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് കാണിച്ചിരിക്കുന്നത് എന്താണ്? ജടയാണ് കാണിച്ചിരിക്കുന്നത്. ശരീരബോധമില്ലാത്തതിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ആ ജട അവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ അതിനൊരു ചന്ദ്രക്കലയും കാണിച്ചിട്ടുണ്ട്. ഈ ചന്ദ്രക്കലയുടെ അടയാളം എന്ന് പറഞ്ഞാൽ ഞാനിതൊക്കെ പ്രാക്ടീസ് ഞാനിതെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ള ഉത്തമ ബോധ്യം ദൈവത്തിനുണ്ട്. ആ ദൈവത്തിന് നമ്മളെ സെലക്ട് ചെയ്തിരിക്കുന്നു, നമ്മൾ സത്യസന്ധനാണ്, നമ്മളെല്ലാം ഓർഡറായിട്ടാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ അടയാളമാണ് ആ ചന്ദ്രക്കലയായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് കാണിച്ചിരിക്കുന്നത് ഗംഗയാണ് കാണിച്ചിരിക്കുന്നത്. ഗംഗയെ നമ്മൾ ഇന്ന് ഗംഗ സത്യന നദിയാണ്, പക്ഷേ ഗംഗയെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഇവിടെ.
അപ്പോൾ സ്ത്രീ ഇത് ഗംഗാജലം പവിത്രമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ആ സ്ത്രീയെ യഥാർത്ഥ ഗംഗയെന്ന് പറയുന്നത് ഗംഗ ജ്ഞാനമാണെന്നാണ്, ജ്ഞാനഗംഗയാണ്, അറിവാണ്. അപ്പോൾ അറിവ് ദൈവത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക, അത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിനെ ധ്യാനിക്കുന്ന ദൈവം നമുക്ക് അറിവ് തരുന്നു. ആ അറിവിനെ നമ്മൾ നമ്മുടെ മസ്തിഷ്കത്തിൽ, നമ്മുടെ ശിരസിൽ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ആ ഗംഗയെ അവിടെ കാണിച്ചിരിക്കുന്നത്, സിംബോളിക്കായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് നോക്കാം, ആ രൂപം നോക്കുമ്പോൾ തന്നെ അറിയാം, ആ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ അവിടെ ഒരു കമണ്ടലു കാണിച്ചിട്ടുണ്ട്. കാരണം കമണ്ടലുവിനകത്തിൽ വെള്ളമാണ്, ഗംഗാജലം എന്നാണ് കാണിച്ചിരിക്കുന്നത്. അറിവ് മാത്രമാണ് ഞാൻ സ്വീകരിക്കുന്നത്. ഇനി അറിവിൻ്റെ കാലമാണ്, അറിവ് പഠിക്കേണ്ട കാലമാണ്, മരണസിദ്ധാന്തം പഠിക്കേണ്ടതാണ്. അറിവാണ് ആ സ്വീകരിക്കേണ്ട. ഏതറിവാണ്? അത് ശിവനിൽ നിന്നാണ്. ഈ ശിവനെന്ന് പറയുന്ന വാക്ക് ഭാരതത്തിൽ സംസ്കൃത ഭാഷയിലാണ് ശിവനെന്ന് പറയുന്നത്. അപ്പോൾ അറബിയിൽ തന്നെ അള്ളാഹു എന്ന് പറയാം, അത് അവരുടെ ഭാഷയാണ്. ഓരോ ഭാഷയിലും വ്യത്യസ്തപ്പെടുത്തി അവർക്കത് പറയാൻ കഴിയും. അപ്പം ഈ സിംബോളിക്കായിട്ടാണ് ഈ 3 രൂപങ്ങളിവിടെ കാണിച്ചിവിടെ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സ്വസ്തിക എന്ന് പറയുന്ന ചിഹ്നം, സ്വസ്തിക എന്ന് പറഞ്ഞ കാലചക്രമാണ്. നമ്മൾ കർമ്മം ചെയ്യേണ്ടത് ഇതിനെയാണ് നമ്മൾ ഇന്ന് ഏറ്റവും വിവാദമായി വെച്ചിരിക്കുന്ന ചാതുർവർണ്ണയം എന്ന് പറയുന്നത്. ചാതുർവർണ്ണയം, ചാതുർ എന്ന് പറഞ്ഞാൽ 4, വർണ്ണം എന്ന് പറഞ്ഞാൽ കളർ. ഇപ്പം 4 വർണ്ണങ്ങളിൽ വരുന്നത്. ഇപ്പം 4 വർണ്ണങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ഈ ഗണപതി ഹോമമൊക്കെ നടത്തുമ്പോൾ അറിയാം, ഗണപതി ഹോമം നടത്തുന്നവർ ആദ്യം വന്നിട്ട് ഒരു സ്വസ്തിക വരയ്ക്കും. ആ സ്വസ്തികയ്ക്കകത്തിൽ 4 കളറിടും. ഇവിടെ മഞ്ഞപ്പൊടി ഇടും, ഇവിടെ വെള്ളപ്പൊടി ഇടും, ഇവിടെ കുങ്കുമ കളറിടും, ഇവിടെ കറുത്ത കളറിടും. അപ്പോൾ എന്തിനെയാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത്? ഇത് കാണിച്ചിരിക്കുന്നത് സത്യയുഗത്തെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. സത്യയുഗത്തിൻ്റെ കളറ് ഗോൾഡൻ കളറാക്കി കാണിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ സത്യയുഗം ഗോൾഡൻ യുഗമാണ്. അത് സൂര്യവംശജരാണ്, അവരെ സൂര്യവംശജരെന്നാണ് പറയുന്നത്. ഇന്ന് ലോകത്തിലുള്ളവരെല്ലാം സത്യത്തിന് സൂര്യനെയാണ് എല്ലാവരും നമിക്കുന്നത്. പക്ഷേ ആരും വ്യത്യസ്തമായിട്ട് പറയത്തില്ലത്. പക്ഷേ ഏത് സൂര്യനാണ്? നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന സൂര്യനല്ല, ജ്ഞാനസൂര്യനായിരിക്കുന്ന ആ സൂര്യനെയാണ്. പക്ഷെ മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ സൂര്യനല്ല, ആ സൂര്യനെയാണ്. അപ്പം ആ സൂര്യൻ പറഞ്ഞതുപോലെ ജീവിച്ചവർ, അവർ മാത്രമാണ് ഇതിനകത്തിലുള്ളത്. അപ്പോൾ അവരെയാണ് സൂര്യവംശജർ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യവംശജരെന്ന് ഭാരതത്തിൽ നമ്മൾ പറയുന്നത് ലക്ഷ്മി നാരായണനെയും അത്രയും നല്ല കൃത്യങ്ങൾ ചെയ്തിരിക്കുന്ന ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ഇതേപോലെ തന്നെ ഈ സനാതന ധർമ്മം ആചരിച്ചവർ, പഠിച്ചവർ, അവർ മാത്രമാണ് ഈ സൂര്യവംശത്തിൽ, ഈ സത്യയുഗത്തിലുണ്ടാകുന്നത്. സത്യയുഗം എന്ന് പറയുന്നത് 1250 വർഷമാണ്. 1250 വർഷത്തിലത് 9 ലക്ഷം, ഇന്ന് 800 കോടി മനുഷ്യനാണുള്ളത്. ഇതിനകത്തിൽ ആകെ വരുന്നത് 9 ലക്ഷം ദേവീദേവന്മാരാണ് വരുന്നത്. ഈ 1250 വർഷം കഴിയുമ്പോൾ ഈ യുഗം കഴിഞ്ഞിട്ട് അടുത്ത യുഗം വരും. ഇവിടെ ഇട്ടിരിക്കുന്ന വെള്ളപ്പൊടിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇത് സിൽവർ യുഗമാണ്. സിൽവറിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ കളർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചന്ദ്രവംശജരാണ്. ഈ സൂര്യവംശജർ കഴിഞ്ഞിട്ട് ചന്ദ്രവംശജരായി. ചന്ദ്രവംശജർ ഇവിടെ സൂര്യനാരായണനായിരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോൾ ചന്ദ്രനായ, ചന്ദ്രൻ്റെ വംശജരെന്ന് പറഞ്ഞാൽ രാമനാണ്, രാമചന്ദ്ര. അതുകൊണ്ടാണ് രാമചന്ദ്ര എന്ന് വിളിക്കുന്നത്. ചന്ദ്രവംശജരാണ്. അവരും 1250 വർഷമാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവർ 1250 വർഷത്തിൽ 12 ജന്മം എടുക്കും. ഇവിടെ 8 ജന്മം എടുക്കുന്നത്. അതുകൊണ്ടാണ് 8ാമത്തെ പുത്രൻ കൃഷ്ണ എന്ന് പറയുന്നത്. 8 ജന്മമാണ് എടുക്കുന്നത്. നാരായണൻ്റെ കുട്ടിക്കാലത്തെയാണ് കൃഷ്ണ എന്ന് വിളിക്കുന്നത്. കൃഷ്ണൻ എന്ന് പറഞ്ഞ ആ പദത്തിൻ്റെ അർത്ഥം ആകർഷിക്കാൻ കഴിവുള്ളവനെന്നാണ്. അത് കൃഷ്ണൻ്റെ പേര് കൃഷ്ണ എന്നല്ല, നാരായണ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അത്രയും ആകർഷണമുള്ള കുട്ടിയാണ്. അതുകൊണ്ടാണ് കൃഷ്ണ എന്ന് വിളിക്കുന്നത്, ആകർഷിക്കാൻ കഴിവുള്ള കുട്ടി. അപ്പോൾ ഇവിടെ വന്നപ്പം രാമനായി, രാമനും സീതയായി. ഇവിടെ നാരായണനും ലക്ഷ്മി ആയിരുന്നെങ്കിൽ അവർ ഇവിടെ വന്നപ്പോൾ ചന്ദ്രവംശജരായപ്പം രാമനും സീതയായിട്ടാണ് അവരിവിടെ 12 ജന്മമാണ് എടുക്കുന്നത്. ഇവിടെ വരുമ്പോൾ 33 കോടി, ഇവിടുത്തെ 9 കൂടെ കൂട്ടി 33 കോടി ജനമാണ് ഇവിടെ വരുന്നത്. അതെല്ലാം ദേവീദേവന്മാരാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഭാരതത്തിൽ സനാതന ധർമ്മത്തിൽ 33 കോടി ദേവഗണങ്ങളെന്ന് പറയുന്നത്. 33 കോടി ജനമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇനി ഇത് കഴിയുമ്പോഴത്തേന് 1250 വർഷമാണ് ഇത് കഴിയുമ്പോഴത്തേന്. അപ്പോൾ 1250 2250 2500 വർഷം കഴിയുമ്പോൾ
ഈ യുഗം മാറിയിട്ട് ഇനി വരുന്ന ദ്വാപര യുഗമാണ്. അപ്പോൾ ഈ ദേവീദേവന്മാരുടെ കാലയളവ് കഴിഞ്ഞു. ഇനി വരുന്ന ഈ ദേവീദേവന്മാരെല്ലാം മനുഷ്യനായിട്ട് നരനായിട്ട് വരുവാണ്. ഈ യുഗത്തെയാണ് പറയുന്നത് നമ്മൾ നരകലോകം എന്ന് പറയുന്നത്. നരകം എന്ന് പറഞ്ഞാൽ നരൻ്റെ ലോകം, മനുഷ്യൻ്റെ ലോകമെന്നേ ഉള്ളൂ. ഇവിടെ ദേവന്മാരുടെ ലോകം കിടന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടെ അമ്പലമില്ല, പള്ളിയില്ല, പോലീസ് സ്റ്റേഷനില്ല, കോടതിയില്ല, ഒന്നുമില്ല, ഇവിടെ ഹോസ്പിറ്റലില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നരൻ പഞ്ചവികാരങ്ങൾ ഇവരെന്തെല്ലാമാണോ കളഞ്ഞിരുന്നത് അതെല്ലാം എടുത്തുകൊണ്ടാണ് ഈ നരനിൽ ശ്രേഷ്ഠനായിട്ട് ഈ ദ്വാപര യുഗത്തിൽ വരുന്നത് വിക്രമാദിത്യ മഹാരാജാവാണ്. വിക്രമാദിത്യ മഹാരാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം എല്ലാ സമ്പൽ സമൃദ്ധിയോടും എല്ലാവർക്കും എല്ലാം മനുഷ്യന് കൊടുത്തെങ്കിലും മനുഷ്യൻ്റെ ആർത്തി തീരില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ മനുഷ്യനൊക്കെ ഒരുപാട് വികർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ദൈവത്തെ പ്രാർത്ഥിക്കാൻ ആദ്യമായിട്ട് തുടങ്ങുന്നതും. അദ്ദേഹം പ്രാർത്ഥിച്ചതാണ്, ആ പ്രാർത്ഥിച്ച് കിട്ടിയ രൂപമാണ്, ആ ജ്യോതി രൂപം കിട്ടിയതുകൊണ്ടാണ് ജ്യോതിർലിംഗമായിട്ട് ആദ്യമായിട്ട് ക്ഷേത്രം ഉണ്ടാക്കുന്നത് വിക്രമാദിത്യ മഹാരാജാവാണ്, സോമനാഥ ക്ഷേത്രം. അപ്പം ഈ ശിവലിംഗം ഉണ്ടാക്കാൻ കാരണം വിക്രമാദിത്യ മഹാരാജാവാണ്. അത് ഈ രീതിയിൽ അണ്ഡാകൃതിയിൽ ഉണ്ടാക്കാൻ കാരണം ഭഗവാനെ ജ്യോതിയായിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് ജ്യോതിർലിംഗമായിട്ട് അദ്ദേഹം അവിടെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് കലിയുഗമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കറുത്ത ഇട്ടത്. ഇപ്പോൾ ഇവിടെ സ്വർണ്ണയുഗമായിരുന്നെങ്കിൽ ഇവിടെ വെള്ളി യുഗമാണ്, ഇവിടെ വന്നപ്പോൾ ചെമ്പ് യുഗമാണ്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ രൂപങ്ങളിലെല്ലാം ചെമ്പ് പതിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഈ പിൽക്കാലത്ത് വന്ന് കലിയുഗം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം കോൺക്രീറ്റ് ബിൽഡിങ്ങായി. എന്താണ് കലിയുഗത്തിൻ്റെ ലോഹം എന്ന് പറയുന്നത് ഇരുമ്പാണ്. അതുകൊണ്ടാണ് ഇന്നെല്ലാം ഇരുമ്പ് കൊണ്ടുള്ള കെട്ടിടങ്ങൾ, നമ്മുടെ കൊട്ടാരങ്ങളൊക്കെ മാറിയിട്ടെല്ലാം ഇന്ന് കോൺക്രീറ്റ് ഇരുമ്പ് കൊണ്ടുള്ള ബിൽഡിങ്ങായി. ഇപ്പോൾ കലിയുഗമാണ്, കലിയുഗത്തിൻ്റെയാണ് കറുത്ത കളർ ഇട്ടിരുന്നത്. ഈ കലിയുഗത്തിലാണ് ജനാധിപത്യവും സാമ്രാജ്യത്വം ഒക്കെ വരുന്നതെല്ലാം ഈ കലിയുഗത്തിലാണ്. അപ്പോൾ ഈ കലിയുഗം തീരാൻ പോകുമ്പോഴാണ് സാക്ഷാൽ പരമാത്മാവ് ഭൂമിയിൽ വന്ന് ഈ ബ്രഹ്മാവിൽ പ്രവേശിച്ചിട്ട്, ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ 3 തലയുള്ള 4 കൈയുള്ള ആരുമില്ല. ഇതൊക്കെ സിംബോളിക്കായിട്ട് നമ്മളെ കാണിച്ച് അറിവിന് വേണ്ടി നമ്മളെ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. ഇതുപോലെ എവിടെയോ ഒരു നല്ല ഗുരുക്കന്മാരിൽ വന്നിട്ട് അദ്ദേഹമാണ് നമ്മളെ എല്ലാം ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം ഇതൊക്കെ വരുന്നത് അതൊക്കെ ഓരോ ആത്മാക്കളിൽ ആരെ സെലക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വിചാരിക്കുമ്പോൾ ഒരൊറ്റ പണ്ഡിതന് പോലും അദ്ദേഹം ഇത് പറഞ്ഞു കൊടുക്കത്തില്ലെന്നുള്ളതാണ് ഏറ്റവും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പരിത്രാണായ സാധൂന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഈ ലോകത്തെ മാറ്റാൻ സാധുക്കളെ മതി, ഈ സാധുക്കളെ പരിത്രാണനം ചെയ്യിക്കുക എന്ന് പറഞ്ഞു. എങ്ങനെ പരിത്രാണനം ചെയ്യുക? അവരിലുള്ള ദുഷ്കൃതികളെ, നമ്മളിലുള്ള ദുഷ്കൃതികളെ, നമ്മൾ നല്ല മനുഷ്യനാണ്, പക്ഷെ നമുക്ക് കുറച്ച് പഞ്ചവികാരങ്ങൾ ദുഷ്കൃതികളുണ്ട്. ഈ ദുഷ്കൃതികളെ പറഞ്ഞ് മാറ്റിയിട്ട് സൽഗുണനാക്കിയിട്ട് നമ്മളോട് പറഞ്ഞു കൊടുക്കുന്നത് ദൈവത്തിനറിയാം അവന് എന്തായിരുന്നു കുഴപ്പം. ആ കുഴപ്പം എടുത്ത് മാറ്റിയാൽ എടുക്കും. ഇവൻ സത്യസന്ധനാണ്, സത്യസന്ധമായിട്ട് ഈ ഭദ്രകാളി പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കും, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും. ഇതൊന്നും എടുക്കത്തില്ല. അങ്ങനെയുള്ളവരെയാണ്. അതുകൊണ്ടാണ് വ്യാസനെയൊക്കെ ആ രീതിയിൽ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. വ്യാസനും വാത്മീകിയൊക്കെ ആ രീതിയിൽ അവർ കാണിച്ചിരിക്കുന്നത് ഏറ്റവും സാധുവായിട്ട് അവരെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പണ്ഡിതന് പോലും അറിവ് ദൈവം കൊടുക്കാറില്ല. കാരണം പണ്ഡിതൻ്റെ കയ്യിൽ അറിവ് കിട്ടിയാൽ ആ പണ്ഡിതൻ ആ അറിവ് കച്ചവടം ചെയ്യും. അത് ഞാൻ പറഞ്ഞു എന്നുള്ള ഒരു ഇതിൽ വരും. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കലിയുഗത്തിലാണ് അദ്ദേഹം വന്നിട്ട് ഈ എല്ലാ അപ്പോൾ കലിയുഗത്തിൻ്റെ എൻ്റെ ആയപ്പോഴാണ് മനുഷ്യനെ തന്നെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ്, മതത്തിൻ്റെ പേര് പറഞ്ഞ്, ദൈവം ഒരു മതവും സൃഷ്ടിച്ചിട്ടില്ല, ദൈവം ഇവിടെ ആരെയും ഏർപ്പെടുത്തിയിട്ടുമില്ല. ഇപ്പോൾ ഓരോരുത്തരും ഈ കലിയുഗ സമയമായപ്പോൾ എല്ലാവരും ഓരോരുത്തരും ഓരോ രീതിയിൽ ഈ ലോകത്ത് മൊത്തം ഇന്ന് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ്, ദൈവത്തെ ആർക്കെങ്കിലും അറിയാമോ? ദൈവത്തെ ആർക്കും അറിയില്ല. അപ്പോൾ ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ പൂർത്തീകരിക്കുകയാണ്.